കഠിനംകുളം കൊലപാതക കേസിലെ മുഖ്യപ്രതി ജോൺസൺ ഔസേപ്പ് സ്ഥിരം കുറ്റവാളിയെന്ന് പോലീസ്. ജോൺസനെ വിശദമായി ചോദ്യം ചെയ്യാനായി അന്വേഷണ സംഘം ഇന്ന് കസ്റ്റഡി അപേക്ഷ സമർപ്പിക്കും. ആറ്റിങ്ങൽ ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മാജിസ്ട്രേറ്റ് കോടതി റിമാൻഡ് ചെയ്ത പ്രതിയെ ഇപ്പോൾ ആറ്റിങ്ങൽ സബ് ജയിലിലാണ് പാർപ്പിച്ചിരിക്കുന്നത്. എറണാകുളം, കോട്ടയം ജില്ലകളിലെ വിവിധ സ്റ്റേഷനുകളിലായി ജോൺസൺ ഔസേപ്പിന്റെ പേരിൽ അടിപിടി കേസുകളും മോഷണക്കേസുകളും ഉണ്ടായിരുന്നതായാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. ഈ ക്രിമിനൽ പശ്ചാത്തലം അറിയാതെയാണ് പ്രതിയുമായി കൊല്ലപ്പെട്ട ആതിര അടുപ്പത്തിലായത്. യുവതിയെ കൊലപ്പെടുത്താൻ ഉപയോഗിച്ച സ്റ്റീൽ കത്തി വാങ്ങിയ ചിറയൻകീഴ് വലിയ കടയിലെ വ്യാപാര സ്ഥാപനത്തിലും രക്തക്കറ പുരണ്ട ജീൻസ് ഉൾപ്പെടെയുള്ള വസ്ത്രങ്ങൾ ഉപേക്ഷിച്ച ചിറയൻകീഴ് റെയിൽവേ സ്റ്റേഷന് സമീപത്തെ ഉപേക്ഷിക്കപ്പെട്ട സ്ലാബിന് സമീപത്തും പ്രതിയുമായി എത്തി പോലീസ് തെളിവെടുപ്പ് നടത്തി. തുടർന്നാണ് ആറ്റിങ്ങൽ ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തത്. പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങിയ ശേഷം തിരിച്ചറിയൽ പരേഡ് പൂർത്തിയാക്കാനാണ് പോലീസിന്റെ നീക്കം. തുടർന്നാകും കൊലപാതകം നടന്ന കഠിനംകുളത്തെ ആതിരയുടെ വീട്ടിലെത്തി തെളിവെടുപ്പ് നടത്തുക. ജനരോഷമുണ്ടാകാനുള്ള സാധ്യത കണക്കിലെടുത്ത് കനത്ത പോലീസ് സുരക്ഷയിലാകും പ്രതിയെ സംഭവസ്ഥലത്ത് എത്തിക്കുക. കൊലയ്ക്ക് ഉപയോഗിച്ച കത്തി യുവതിയുടെ വീട്ടിൽ നിന്ന് പോലീസ് നേരത്തെ കണ്ടെടുത്തിരുന്നു. ആറ്റിങ്ങൽ ഡിവൈഎസ്പി മഞ്ജുലാലിന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം പുരോഗമിക്കുന്നത്. കുടുംബത്തെ ഉപേക്ഷിച്ച് തനിക്കൊപ്പം ഇറങ്ങിവരാൻ വിസമ്മതിച്ച ആതിരയെ കഴിഞ്ഞ 21-ന് രാവിലെയാണ് ജോൺസൺ ഔസേപ്പ് വീടിനുള്ളിൽ കടന്ന് ബലപ്രയോഗത്തിലൂടെ കുത്തിക്കൊലപ്പെടുത്തിയത്. ന്യൂസ് 18 തിരുവനന്തപുരം. പോരാട്ടച്ചൂടിൽ ഡൽഹി. ഡൽഹിയിൽ തെരഞ്ഞെടുപ്പ് ചൂട് അതിന്റെ ഉച്ചസ്ഥായിലേക്ക് എത്തുന്നു. യമുന നദിയിൽ ഹരിയാന സർക്കാർ വിഷം കലർത്തുന്നു എന്ന പ്രസ്താവനയിൽ അരവിന്ദ് കെജ്രിവാൾ ഇന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷന് തെളിവ് നൽകണം. രാത്രി 8 മണിക്ക് മുൻപായി തെളിവ് നൽകാനാണ് കമ്മീഷന്റെ നിർദ്ദേശം. കോൺഗ്രസിന്റെ പ്രകടന പത്രിക ഇന്ന് പുറത്തിറങ്ങും. ഡൽഹിയിൽ നിന്ന് ER രാഗേഷ് വിശദവിവരങ്ങളുമായി നൽകുന്ന റിപ്പോർട്ടിലേക്ക്. യമുന നദി ഡൽഹി തെരഞ്ഞെടുപ്പിൽ സജീവ ചർച്ചാ വിഷയമാണ്. കാരണം അരവിന്ദ് കെജ്രിവാളാണ് കഴിഞ്ഞ ദിവസം ഡൽഹിയിലേക്ക് വരുന്ന വെള്ളത്തിൽ ഹരിയാന സർക്കാർ വിഷാംശം കലർത്തുന്ന തരത്തിലുള്ള പരാമർശം നടത്തിയത്. അതോടുകൂടി യമുന ഒരു രാഷ്ട്രീയ വിഷയമായി മാറിയിരിക്കുകയാണ്. കാരണം ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ആദ്യഘട്ടം മുതൽ കോൺഗ്രസും BJPയും കേജ്രിവാളിനെതിരെ ആം ആദ്മി പാർട്ടിക്കെതിരെ ഉന്നയിച്ച പ്രധാനപ്പെട്ട ആരോപണം 2020 ആം ആദ്മി പാർട്ടിയുടെ പ്രകടന പത്രികയിലെ പ്രധാനപ്പെട്ട വാഗ്ദാനമായിരുന്നു യമുന നദി നവീകരിക്കും, മലിനീകരണം ഒഴിവാക്കുമെന്നുള്ളത്. പക്ഷേ ഒന്നും ചെയ്യാൻ കേജ്രിവാളിന് സാധിച്ചില്ല എന്ന ആദ്യം മുതൽ ആരോപണമായി അവർ ഉയർത്തുന്നുണ്ട്. പക്ഷേ കേജ്രിവാൾ കഴിഞ്ഞ ദിവസം ഈ വിഷയത്തിൽ പരസ്യമായി പ്രതികരിച്ചുകൊണ്ട് രംഗത്ത് വന്നതോടുകൂടി പ്രത്യേകിച്ച് ഡൽഹി ജലബോർഡിലെ ഉദ്യോഗസ്ഥരുടെ നിലപാടാണ് ഇത്തരത്തിൽ വിഷാംശം കലർന്ന ജലം ഡൽഹിയിലേക്ക് പ്രവേശിക്കാതിരിക്കാൻ കാരണം. അല്ലെങ്കിൽ ഡൽഹിയിൽ വലിയ സംഭവങ്ങൾ ഉണ്ടായതിനെ, പ്രത്യേകിച്ച് ഡൽഹിയിലെ നിവാസികൾ അതിന്റെ ദുരിതം അനുഭവിച്ചേനെ എന്ന പ്രതികരണം അരവിന്ദ് കെജ്രിവാൾ നടത്തുകയുണ്ടായി. ഇതാണ് ഇപ്പോൾ വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുന്നത്. ഏതായാലും തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചത് കോൺഗ്രസ് നേതാവ് സന്ദീപ് ദീക്ഷിത്തും BJP നേതാക്കളുമാണ്. കേജ്രിവാളിനെതിരെ നടപടി വേണമെന്ന ആവശ്യം ഇവിടെ ഉന്നയിക്കുന്നുണ്ട്. മാത്രവുമല്ല BJP ആവശ്യപ്പെടുന്ന പ്രധാനപ്പെട്ട കാര്യം കേജ്രിവാളിനെ, ഇത്തരം അടിസ്ഥാനരഹിതമായ ആരോപണം ഉന്നയിക്കുന്ന കേജ്രിവാളിനെ പ്രചാരണത്തിൽ നിന്ന് വിലക്കണമെന്ന ആവശ്യമാണ് അവർ ഉന്നയിക്കുന്നത്. ഏതായാലും ഈ വിഷയത്തിൽ കമ്മീഷൻ ഇടപെട്ടിരിക്കുന്നു. കമ്മീഷൻ ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം തെളിവുകൾ നിരത്തണം കേജ്രിവാൾ എന്നുള്ളതാണ്. തെളിവുകൾ ഹാജരാക്കണം. 8 മണിക്ക് മുൻപായി, രാത്രി 8 മണിക്ക് മുമ്പായി തെളിവുകൾ ഹാജരാക്കണമെന്നാണ് ഇപ്പോൾ കമ്മീഷൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഏതായാലും കേജ്രിവാൾ എന്ത് തെളിവ് നിരത്തുമെന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. ഏതായാലും മുഖ്യമന്ത്രി അതിഷിയും സമാനമായ പരാമർശം നടത്തിയിട്ടുണ്ട്. പക്ഷേ അത് വിഷാംശം എന്നല്ല അതിഷി ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. മറിച്ച് അമോണിയ കലർന്ന വെള്ളം ഡൽഹിയിലേക്ക് വരുന്നുണ്ട്. അത് ഹരിയാനയിൽ നിന്നുള്ള വ്യാവസായിക മാലിന്യങ്ങൾ ഇത്തരത്തിൽ വരുന്നുണ്ട്. അത് തടയാൻ ഹരിയാന സർക്കാർ ഒരു നടപടിയും സ്വീകരിക്കുന്നില്ല. മാത്രവുമല്ല ഇതൊക്കെ ഈ വെള്ളം ശുദ്ധീകരിക്കുന്ന ശേഷിയുടെ 10 മടങ്ങാണ് ഡൽഹിയിലേക്ക് മലിനജലം വരുന്നത്. അതൊരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ കമ്മീഷൻ ഇക്കാര്യത്തിൽ ഇടപെടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇന്നലെ അതിഷി കമ്മീഷനെ കണ്ടിരുന്നു. അങ്ങനെ വാദപ്രതിവാദങ്ങൾ ഈ വിഷയത്തിൽ തുടരുകയാണ്. അമിത്ഷാ തന്നെ ഇന്നലെ കേജ്രിവാൾ എന്ത് വിഷാംശം കലർത്തിയെന്ന് പറയാൻ തയ്യാറാകണമെന്ന് ആവശ്യപ്പെട്ടു. ലഫ്റ്റനന്റ് ഗവർണർ ഈ വിഷയത്തിൽ ഇടപെട്ടു. ലഫ്റ്റനന്റ് ഗവർണർ ഇത്തരത്തിൽ 2 സംസ്ഥാനങ്ങളെ ബാധിക്കുന്ന വിഷയത്തിൽ, ജനങ്ങളെ ആശങ്കയിലാക്കുന്ന ഒരു വിഷയത്തിൽ ഇത്തരം പരാമർശങ്ങൾ നടത്തരുത്, നേതാവിനോട് ഇക്കാര്യം പറയണം എന്നാണ് അതിഷിക്ക് അയച്ച കത്തിൽ പറയുന്നത്. അങ്ങനെ വലിയ വാദപ്രതിവാദങ്ങൾ ഈ വിഷയത്തിൽ നടക്കുന്നു. ഏതായാലും അവസാന ലാപ്പിലേക്ക് കടക്കുമ്പോൾ യമുന വരും ദിവസങ്ങളിലും കത്താൻ തന്നെയാണ് സാധ്യത. രാഗേഷാണ് വിവരങ്ങൾ നൽകിയത് ഡൽഹിയിൽ നിന്ന്. NVS-02 ഉപഗ്രഹം വിജയകരമായി ഭ്രമണപഥത്തിലെത്തിച്ച് ബഹിരാകാശ ഗവേഷണ മേഖലയിൽ മറ്റൊരു സുവർണ നേട്ടം സ്വന്തമാക്കിയിരിക്കുകയാണ് ഇന്ത്യ. 100ാം വിക്ഷേപണ വിജയം ISRO ആഘോഷമാക്കി. ദിശാനിർണയ ആവശ്യങ്ങൾക്കായി ഇന്ത്യ വികസിപ്പിക്കുന്ന നാവിക്കിന് മുതൽക്കൂട്ടാണ് NVS-02. വിക്ഷേപണത്തിൽ 100ന്റെ നിറവിലേക്ക് ഇന്ത്യ കുതിച്ചുയർന്നത് രാവിലെ 6:23-ന്. ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ
രണ്ടാമത്തെ വിക്ഷേപണത്തറയിൽ നിന്ന് NVS-2 ഉപഗ്രഹവുമായി GSLV F-15 ലിഫ്റ്റ് ഓഫ്. 3, 2, 1, L40 stages are ignited. Plus 5 seconds. Lift off normal. Magnificent liftoff of GSLV F-15 NVS-02 mission. 100th launch mission of ISRO embarks on its journey. നിർണായകമായ സെപ്പറേഷൻ ഘട്ടം പിന്നിട്ട 20 മിനിറ്റിൽ നിശ്ചിത ഭ്രമണപഥത്തിൽ NVS-2 എത്തി. ഇന്ത്യക്ക് വിദേശ നാവിഗേഷൻ സിസ്റ്റങ്ങളെ ആശ്രയിക്കുന്നത് ഇനി കുറയ്ക്കാം. ഗതിനിർണയ ദിശനിർണയ ആവശ്യങ്ങളിൽ സ്വയം പര്യാപ്തതയിലേക്കുള്ള രാജ്യത്തിന്റെ സുപ്രധാന ചുവട്. इसमें हाइपरगोलिक ईंधन का इस्तेमाल होता है. Payload fairing separated. The first launch of this year 2025 has been successfully accomplished with GSLV F-15 launch vehicle precisely injecting the navigation satellite NVS-02 in the required intended orbit. ISRO വികസിപ്പിച്ച 7 ഉപഗ്രഹങ്ങളുടെ ശ്രേണി സംവിധാനമാണ് നാവിഗേഷൻ വിത്ത് ഇന്ത്യൻ കോൺസ്റ്റലേഷൻ അഥവാ നാവിക്. ഈ ശ്രേണിയിലെ ആദ്യ ഉപഗ്രഹം NVS-1 2023 മെയ് 29 വിക്ഷേപിച്ചിരുന്നു. അമേരിക്കയുടെ GPS-നെയും റഷ്യയുടെ ഗ്ലാനോസിനെയും ചൈനയുടെ ബേദൌയെയും വെല്ലുന്ന ഗതിനിർണയ സംവിധാനമാകും ഇന്ത്യയുടെ നാവിക്. ഇന്ത്യയിൽ ഉടനീളവും രാജ്യാതിർത്തിക്ക് പുറത്ത് 1500 കിലോമീറ്റർ പരിധിയുമുണ്ട് നാവിക്കിന്. സൈനിക ആവശ്യങ്ങൾക്ക്, മത്സ്യബന്ധന ബോട്ടുകൾക്ക്, കപ്പലുകൾക്ക്, എല്ലാതരം ഗതാഗത സംവിധാനങ്ങൾക്കും ലൊക്കേഷൻ അധിഷ്ഠിത സേവനങ്ങൾക്കും സർവേകൾക്കും നാവിക് സഹായകമാകും. സ്പേസ് ഡോക്കിംഗ് എന്ന സ്വപ്നവും പിന്നിട്ട സെഞ്ചുറി കുതിപ്പ് ശ്രീഹരിക്കോട്ടയ്ക്കും അഭിമാന നേട്ടം. അത്യാധുനിക സൗകര്യങ്ങൾ, ചെലവ് കുറഞ്ഞ വിക്ഷേപണം, ഈ സവിശേഷതകളിൽ മറ്റു രാജ്യങ്ങൾ പോലും ആശ്രയിക്കുന്ന ലോകോത്തര വിക്ഷേപണ കേന്ദ്രമായി ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്റർ. ന്യൂസ് ഡെസ്ക്, News 18. ഒരിടവേള കൂടി.